അഞ്ചരക്കണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിനിയാണ് ഞാൻ. എൻ്റെ പേര് ലിയ ഫർഹ. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു TV ചാനൽ നടത്തുന്നുണ്ട്. അഞ്ചരക്കണ്ടിക്ക് അടുത്തുള്ള ഒരു ആയുർവേദ ക്ലിനിക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് സാഹിറ ബാനു. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ സാഹിറ ബാനു. ഞാനിവിടെ അഞ്ചരക്കണ്ടി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. ഞാനിവിടെ ഗവൺമെൻറ് സർവീസിൽ കയറിയിട്ട് 15 വർഷമായി. ഞാൻ മെയിനായിട്ട് ആയുർവേദം ഒരു ഡോക്ടറാകാനുള്ളത് എൻ്റെ ചെറുപ്പം മുതലേ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അതെന്താണെന്നറിയില്ല, മുന്നേ നമ്മൾ ചിലപ്പോൾ ഞാൻ പല ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പല രീതിയിൽ കണ്ട ഒരു ആഗ്രഹമായിരുന്നു. പല ഡോക്ടേഴ്സ് ഓരോ രോഗികളെ നോക്കുന്ന ആ ഒരിതും അവർ കൊടുക്കുന്നതും അവർ രോഗികളെ നോക്കിയിട്ട് അവർ പറയുന്ന ഓരോ വാക്കുകളും ഓരോ രോഗികൾക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം, അതൊക്കെ കണ്ടിട്ടായിരിക്കാം ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണം എന്നുള്ളത്. അതിനുവേണ്ടി നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്തു. എൻ്റെ ഒരു സ്വപ്നം പൂർത്തീകരിക്കാനും എനിക്ക് പറ്റി. ആ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് നേടാനും പറ്റി ഒരു ഡോക്ടർ എന്ന നിലയിൽ. പല രോഗികൾക്ക് ചികിത്സ കൊടുത്തിട്ട് അവർക്ക് കിട്ടുന്ന ആ മാറ്റങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് അനുഭൂതി ഉണ്ടാവില്ല. സന്തോഷം, അതൊരു മനസ്സിനുള്ള പ്രത്യേകത ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പ്രസക്തി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ രോഗികളായ ആളുകൾ വരുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞു, ആയുർവേദ ചികിത്സ എന്ന് പറയുന്ന ആ രോഗിയെ നോക്കി ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് എന്നല്ല. ഇപ്പോൾ അലോപ്പതിയിൽ കൊടുക്കുന്ന മരുന്ന് പാരസെറ്റമോളിന് എഴുതി കൊടുക്കുന്ന പോലെയല്ല ആയുർവേദ ചികിത്സ. ഒരു രോഗി വന്നുകഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള മാറ്റങ്ങളനുസരിച്ച് ലക്ഷണങ്ങളനുസരിച്ച് എന്ത് കാരണം കൊണ്ടാണ് മനസ്സിലാക്കിയിട്ടാണ് മരുന്ന്. ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് വരുന്ന പല രോഗികൾക്കായാലും സംശയങ്ങളുണ്ട്. ചിലവര് ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതി മരുന്നുകൾ കഴിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആയുർവേദ മരുന്ന് കുടിക്കാൻ പറ്റുമെന്നുള്ള സംശയങ്ങളുണ്ട്. കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരു രോഗി നമ്മുടെ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ കഴിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, അലോപ്പതി ആയാലും എന്തായാലും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്തെങ്കിലുമൊക്കെ പരിശോധന റിപ്പോർട്ടുകൾ അതൊക്കെ ആയിട്ട് പോകും. അപ്പം ആ ഡോക്ടർക്ക് മനസ്സിലാവും നിങ്ങൾ എന്തിനൊക്കെ ഏതൊക്കെയാണ് മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. ആയുർവേദ മരുന്ന് ജീവിതശൈലി രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ കുറച്ച് കണ്ടപ്പാൽ എല്ലാ മരുന്നുകളും കഴിക്കാൻ പറ്റും. ചില ആയുർവേദ മരുന്നുകൾ ഷുഗർ ഉള്ളവരായാലും ചില ആയുർവേദ മരുന്നുകൾ കൊടുക്കാൻ പറ്റും. ഈ അരിഷ്ടങ്ങൾ മധുരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്ക് മറ്റുള്ള മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്നുകൾ ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആണ്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ പോയാൽ തന്നെ ഒരാളെങ്കിലും ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ കൊളസ്ട്രോളോ എന്തെങ്കിലും ആയിട്ടൊരു അസുഖം ഇല്ലാത്ത ഒരാളുമില്ല. അത് ഭാവിയിൽ നമ്മുടെ എന്താ പറയുന്നത് പല രീതിയിലുള്ള അസുഖങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാര രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുക തന്നെ ചെയ്യണം. ആഹാര രീതി, അതേപോലെ വ്യായാമം, ഉറക്കം, ഇത് മൂന്നും കൃത്യമായി നല്ല രീതിയിൽ പാലിക്കുക. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. മധുരം കഴിക്കുന്നത് കുറക്കുക. മറ്റുള്ള ചെറുധാന്യങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുക. അതിനൊക്കെ നല്ല ഭക്ഷണ രീതികൾ കൊണ്ടുവന്നിട്ട് ഈ ജീവിതശൈലി രോഗങ്ങളുടെ അളവ് വരുന്നതിൻ്റെ സാധ്യത കുറക്കുക. കുട്ടികളായ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ബാക്കി മുതിർന്നവർ ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കം നിർബന്ധമായിട്ട് ഇതാക്കാം. അത് നമ്മുടെ ബ്രെയിൻ, അതായത് തലച്ചോറിൻ്റെ വിശ്രമം വേണമല്ലോ. അതിനും ഒരു വിശ്രമം വേണം. അതായത് അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും ഫോണുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ
കണ്ണിന് വരുന്ന സ്ട്രെയിനും തലച്ചോറിനുണ്ടാകുന്ന പല സ്ട്രെയിനുകളും സ്ട്രെസ്സുകളും കുറക്കാൻ വേണ്ടിയിട്ട് ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അതിനെ കുറക്കാനും ഉണ്ടാവുന്നത് കുറക്കാൻ വേണ്ടി വരാനുള്ള സാധ്യതകൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ഇത് തന്നെയാണ്. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ TV ചാനലിന് വേണ്ടി ഈ സമയം നമ്മളുമായി